ഹലോ സ്റ്റുഡൻസ്, ക്ലാസ് 9ലെ മോഷൻ എന്ന ചാപ്റ്ററിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പേ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞത് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാനായി നമുക്ക് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആവശ്യമുണ്ട്. അതിൽ ബേസിക് ആയിട്ടുള്ള രണ്ടെണ്ണമായിരുന്നു ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ടോപ്പിക്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായി ഇവിടെ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ഈസ് ഗിവൺ. ഇവിടെ ഓന്ന് മെഷർ ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് ഒറിജിൻ. ഇവിടെ നിന്നാണ് എല്ലാ മെഷർമെൻറ്റ്സും ചെയ്തിരിക്കുന്നത്. അതായത് ഈ കൊടുത്തിരിക്കുന്നത് ഒരു എക്സ് ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ ഡിഫറൻറ്റ് പൊസിഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിയിലെത്തുന്നു, ബിയിലെത്തുന്നു, എയിലെത്തുന്നു, വീണ്ടും തിരിച്ച് ബിയിലെത്തി സിയിലേക്ക് എത്തുവാണ്. ഓക്കെ, അതായത് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് ഒ ടു സി ആണ്. ഇഫ് ദ ഒബ്ജക്റ്റ് ട്രാവൽസ് ഫ്രം ഒ ടു എ, ഒ മുതൽ എ വരെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 60 കിലോമീറ്റർ ആണ്. ഡിസ്റ്റൻസ് 60 കിലോമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റും 60 കിലോമീറ്റർ തന്നെ ആയിരിക്കും. കാരണം സ്ട്രെയിറ്റ് ലൈൻ പാത്താണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ തന്നെയാണ്. സപ്പോസ് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നു ഒ ടു സി. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഇതാണ് ക്വസ്റ്റ്യൻ. വെൻ ദ ഒബ്ജക്റ്റ് ട്രാവൽസ് ഫ്രം ഒ ടു സി, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്? അപ്പോൾ ഇത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? അതിൻ്റെ ടോട്ടൽ പാത്ത് ലെങ്ത് ആണല്ലേ. അപ്പോൾ ഒ മുതൽ എ വരെ 60 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. തിരിച്ച് ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നുണ്ട്. എത്ര കിലോമീറ്റർ? 25 കിലോമീറ്റർ അല്ല, കാരണം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടല്ല മെഷർ ചെയ്യേണ്ടത്, റൈറ്റിൽ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ എത്രയുണ്ട്? 5, 10, 20, 25, 30, 35, 40. ഈ ഒരു ഡിസ്റ്റൻസ് 40 കിലോമീറ്ററാണ് വരുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അപ്പോൾ എത്ര കിട്ടും? 60 + 40, 100 കിലോമീറ്ററിന് കിട്ടും അല്ലേ. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈനൽ പൊസിഷനെയും ഇനീഷ്യൽ പൊസിഷനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് 25 കിലോമീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദ ടോട്ടൽ പാത്ത് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ്. ഇനി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഇതുപോലുള്ള പ്രോബ്ലങ്ങളുമാണ് നമുക്ക് ഉണ്ടാകുന്നത്. പിന്നീട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ ഒബ്ജക്റ്റ് ഹാസ് മൂവ്ഡ് ത്രൂ എ ഡിസ്റ്റൻസ്, ക്യാൻ ഇറ്റ് ഹാവ് 0 ഡിസ്പ്ലേസ്മെൻറ്റ്? ഇഫ് യെസ്, സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് എക്സാമ്പിൾ. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, അതിന് 0 ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് വേറൊരു പോയിൻ്റ് ബിയിലേക്ക് എത്തുവാണെങ്കിൽ ഇതാണ് ഈ എ ബി എന്ന് പറയുന്ന ലെങ്ത്ത് തന്നെയാണ് ഡിസ്റ്റൻസ് ട്രാവൽഡും ഡിസ്പ്ലേസ്മെൻറ്റും. അതേസമയം ഈ ഒബ്ജക്റ്റ് എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്തു, അതേപോലെ തിരിച്ച് ബി ടു എയും മൂവ് ചെയ്യാണ്. ഇങ്ങോട്ട് പോയി അതേപോലെ തിരിച്ചു വരുവാണ്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ കോയിൻസൈഡ്സ് and there the displacement will be 0. അതായത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ഓക്കെ,
സർക്കുലാർ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് കൺസിഡർ ചെയ്യുന്നു, വീണ്ടും ഇതിങ്ങനെ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ നമുക്ക് പറയാം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. പക്ഷേ അത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് 0 അല്ല. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ഫാർമർ മൂവ്സ് along the boundary of a square field of side 10 meter in 40 seconds. What will be the magnitude of displacement of the farmer at the end of 2 minutes 20 seconds from the initial position? ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണണം അല്ലെങ്കിൽ ആവശ്യമുണ്ട്, ഈ വീഡിയോ ഹെൽപ്ഫുള്ളാണ് എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്രോബ്ലം സോൾവ് ചെയ്ത് ആൻസർ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.